ഇഹലോകമോ തരികിൽ ഒരു സുഖമോ മനഃശാന്തിയതും. ഇഹലോകമോ തരികിൽ ഒരു സുഖമോ മനഃശാന്തിയതും. എൻ്റെ യേശുവിൻ്റെ തിരുസാന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസാന്നിധിയിൽ ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിതയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ മരണത്തെ കൊയ്യും. വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിത അവൻ നിശ്ചയമായിട്ടും ഈ ലോകത്തു നിന്ന് മരണത്താൽ ഛേദിക്കപ്പെട്ടു പോകേണ്ടവനാണ്. ജഡവാസം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാലയളവിലേക്ക് മാത്രമുള്ളതാണ്. എന്നാൽ ഈ കാലയളവിൽ മനുഷ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവൻ ആത്മാവിൽ വിതച്ചിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നിത്യജീവൻ അവൻ്റെ ആത്മാവിന് ലഭിക്കാം. ആ പ്രാഗൽഭ്യത്തോടുകൂടി ഇവിടുന്ന് പോകാം. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ഇവിടെ മരിക്കും. മാത്രമല്ല അവൻ ഇവിടെ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടവനായി പോകേണ്ടിയും വരും. അതുകൊണ്ട് പാപം സംഭവിച്ച നാൾ മുതൽ ഏറ്റവും ആദ്യത്തെ വിതയാണ് ശത്രു ഹവ്വയിൽ നടത്തിയത്. അത് ഇപ്രകാരമാകുന്നു: ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള വചനമാണ്. നിങ്ങൾ മരിക്കുകയില്ല, പിന്നൊരു നാൾ ദൈവത്തെ പോലെയാകും. അങ്ങനെ അതും വിത്താണ്. ദൈവത്തിൻ്റെ വചനം വിത്താണ്, ഇതും വിത്താണ്. മരണത്തിനും നിത്യജീവനും ആധാരമായി വിത്തുണ്ട്. യഥാർത്ഥ വിത്ത് ഏതെന്ന് ഒരു മനുഷ്യൻ കണ്ടെത്തുന്നതാണ് ഏറ്റവും ശ്രമകരം ഈ കാലഘട്ടത്തിൽ. എവിടെയെല്ലാം നമ്മൾ നടക്കുകയാണ്. പ്രാർത്ഥനാ യോഗങ്ങൾ, സുവിശേഷ യോഗങ്ങൾ എല്ലാം വിത നടക്കുകയാണ്. എല്ലായിടത്തും ഉണ്ട്. ഭൂമിയിൽ ഇന്ന് മിക്കവാറും സ്ഥലങ്ങളിൽ മുഴുവനും വിത നടക്കുകയാണ്. എന്നാൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിൽ വിത്ത് വിതയ്ക്കുന്ന എവിടെയാണ്? യഥാർത്ഥത്തിൽ ആത്മാവിൽ വിതയ്ക്കുന്ന വിത്ത് എവിടെ വിതയ്ക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അതിശയമായിട്ട് മനസ്സിലാവും. ആത്മാവിൽ വിതയ്ക്കുന്നതല്ല, ഇത് മുഴുവൻ ജഡത്തിലാണ് വിതയ്ക്കുന്നത്. വേദപുസ്തകമാണ്, പുസ്തകത്തിലെ വചനങ്ങളാണ്. ഇതേ വചനം തന്നെയാണ് യേശുവിനോട് സാത്താൻ പറഞ്ഞത്. ഇതേ വചനം തന്നെയാണ്. അപ്പോ അത് ജഡത്തിലാണ് വിതയ്ക്കുന്നത്.
എന്നാൽ യേശു പറഞ്ഞത് വിത്താണ്. അത് ആത്മാവിൽ വിതയ്ക്കപ്പെടേണ്ടതാണ്. അത് നിത്യജീവനെ കൊയ്യുന്നതാണ്. അത് വചനത്തിന്റെ സാരമാണ്. അത് സത്യവുമാണ്. ഇതൊന്ന് ലോകത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും കാണുവാനില്ല. എന്നാൽ ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നത് മരണത്തിന് മുമ്പ്, അവസാനിക്കുന്നതിന് മുമ്പ്, ഈ കാലഘട്ടം തീർന്നു പോകുന്നതിന് മുമ്പ്, ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ഈ വചനം കേൾക്കുന്ന ഏവരുമായുള്ളവര് വചനത്തിലെ സാരമായ ആ സത്യമാകുന്ന വിത്ത് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വചനം പറയുന്നത് ഉൾനട്ട വചനമെന്നാണ്. ഉൾനട്ടിരിക്കുക. ആ ഉൾനട്ടത് എത്ര പേരുണ്ട്? പക്ഷേ ശ്രദ്ധിക്കണം, പലരുടെയും ആത്മാവിൽ ഉൾനട്ടിരിക്കുന്നത് മരണത്തിന് ഫലം കായ്ക്കുന്ന വിത്താണ്. അതായത് വചനത്തിന്റെ പൊരുളല്ല, വചനം തന്നെയാണ്, വിത്ത് തന്നെയാണ്, പക്ഷെ മരണത്തിലെത്തുന്ന വിത്താണ്. ഗോപുരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങ് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം കല്ലുമേൽ തട്ടാതെ വണ്ണം ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്, അതൊക്കെ വിത്താണ്. പക്ഷേ ആത്മാവിൽ വിതയ്ക്കണമെങ്കിൽ ആ യഥാർത്ഥ വിത്ത് എന്ന് പറയുന്നത് സാരമാണ്. അതിന്റെ സാരം കണ്ടെത്തണം. എന്റെ വചനത്തിന്റെ സാരമാണ് സത്യം. ആ വീഴുമ്പോൾ ദൈവത്തെ പരീക്ഷിക്കരുത് എന്നുള്ള വചനവും കൂടി കൂട്ടിയിട്ട് വേണം അത് പ്രവർത്തിക്കാൻ. അങ്ങനെയാകുമ്പോൾ ആത്മാവിൽ വിതയ്ക്കും, ഇല്ല എങ്കിൽ ജഡത്തിൽ വിതയ്ക്കും. ഇന്ന് ദൈവത്തിന് മുമ്പാകെ നമ്മൾ ഒരു ദിവസം എത്രയോ വചനം വായിക്കുന്നവരാ, പഠിക്കുന്നവരാ. പക്ഷേ എത്ര പേർക്ക് ഒരു ദിവസം ദൈവമേ ഇന്ന് എനിക്ക് ഒരു വിത്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചും അത് പ്രാപിച്ചും ഇരിക്കുന്നവർ എത്ര പേരുണ്ട്? വളരെ അപൂർവം, അത്യപൂർവം. അതുകൊണ്ട് ഈ വിത്ത് കയ്യിൽ കിട്ടുന്നവരും മരണത്തിന് തക്ക വിത്ത് കയ്യിൽ കിട്ടുന്നവരും തമ്മിൽ ഭിന്നതയുണ്ട്. എവിടെയും, ലോകത്ത് എവിടെയുമുള്ള ഉപദേശത്തിന്റെ ഭിന്നതയാണ്. അപ്പോൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, വിത്ത് കയ്യിൽ കിട്ടിയവരും വിഷവിത്ത് കയ്യിൽ കിട്ടിയവരും നല്ല വിത്ത് കയ്യിൽ കിട്ടിയവരും തമ്മിലുള്ള വേർപാടാണത്. നമുക്ക് ഒന്നേ പ്രശംസിക്കാനുള്ളൂ, നാം പലതും ധരിച്ചു വെച്ചിരിക്കുന്നത് വിത്താണെന്ന് ആര് കണ്ട്? നാം പഠിച്ചിരിക്കുന്നത് വിത്താണെന്ന് ആര് കണ്ട്? സർവശക്തനായ ദൈവം കാണും. അതുകൊണ്ട് ദൈവമേ, ഇന്ന് നിത്യജീവനിലെത്തുവാൻ തക്കവണ്ണം എൻ്റെ ആത്മാവിൽ നീ വിത്തിടണം. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ, മറ്റാർക്കും കഴിയുകയില്ല. ആർക്ക് കഴിയും ഈ വചനത്തിന്റെ പൊരുൾ കണ്ടെത്താൻ? ആർക്ക് ഇതിൽ വിത്ത് കണ്ടെത്താൻ കഴിയും? എല്ലാവരും വിത്താണ്, വിത്ത് കരഞ്ഞ് ചുമന്നും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നു എന്നൊക്കെ പ്രസംഗിക്കാം. പക്ഷെ വിത്ത് കിട്ടിയവർ എത്ര പേരുണ്ട്? വിത്ത് വിതയ്ക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? അത് അപൂർവമാണ്. അത് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം സ്വാതന്ത്ര്യത്തിന് തികഞ്ഞ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കാൻ. ഈ പ്രമാണത്തിൽ ഉറ്റുനോക്കി നോക്കേണ്ട ഒരൊറ്റ ഉദ്ദേശമാണ്, ഇതിന്റെ വിത്ത് കണ്ടെത്തണം. അത് കണ്ടെത്തിയാൽ, അത് വിതച്ചാൽ നിശ്ചയം നിത്യജീവൻ. ദൈവം നമുക്ക് ഇന്നു മുതൽ പുതിയൊരു ജീവിതാനുഭവത്തിലേക്ക് നമ്മെ നടത്തട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, മരണത്തിലെത്തുന്ന വളർച്ച പ്രാപിക്കുന്ന മുളച്ചു വളരുന്ന വിത്ത്, നിത്യജീവനിലെത്തുന്ന വളർച്ച പ്രാപിക്കുന്ന വിത്ത്, ഇത് രണ്ടും കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് സ്തോത്രം. ദൈവമേ, യഥാർത്ഥത്തിൽ വിത്ത് ഏതെന്ന് കണ്ടെത്തി അതിനെ ഹൃദയത്തിൽ സ്ഥാപിച്ച് ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾ കർത്താവെ നിത്യജീവനിലെത്തുവാൻ തക്കവണ്ണമുള്ള വിത്ത് പ്രാപിച്ചവരായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കാത്തോണമേ, അനുഗ്രഹിക്കണമേ. സ്തോത്രം.